ഇന്നേ നല്ലൊരു ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ചെറിയ ഉരുളക്കിഴങ്ങ്, 2 മീഡിയം സൈസ് സവാള, അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി ഗ്യാസിൽ വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുകൊക്കെ പൊട്ടി വരുന്ന സമയം 2-3 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ കറിവേപ്പിലയും മുളകും ഒക്കെ നല്ലവണ്ണം ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. മൺചട്ടിയിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ പാനിലും ഇരുമ്പ് ചട്ടിയെക്കാട്ടിയും കുറച്ചുകൂടെ നല്ലതാണ് നമ്മുടെ മൺചട്ടി എന്ത് കാര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് സവാളയൊക്കെ ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവുന്നത് വരെ ഒന്ന് അടച്ചിടാം. ആദ്യം ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അടച്ചിടാം. ഒരു 3-4 മിനിറ്റ് അടച്ചിടുമ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. ഒരു 3-4 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഇങ്ങനെ ഒന്ന് വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം. നല്ലവണ്ണം വെന്തിട്ടില്ല. ഇനി ഇതിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പെരുംജീരകം പൊടിച്ച് വെച്ചേക്കാണ് കേട്ടോ. അതാണ് ഞാൻ കൂടുതൽ ഇടുന്നത്. അത് നല്ലൊരു മണവും പ്രത്യേക ഒരു ടേസ്റ്റുമാണ് കേട്ടോ. മഞ്ഞയൊക്കെ നല്ലവണ്ണം, മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലവണ്ണം ഉരുളക്കിഴങ്ങിലൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി അല്പം പെരുംജീരകം കൂടെ ഇട്ട് കൊടുക്കാം. പെരുംജീരകം ഇച്ചിരി കൂടുതൽ എടുക്കാം, കുഴപ്പമില്ല. ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഇതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൂരിക്കും ചപ്പാത്തിക്കും അപ്പത്തിനും അതുപോലെ തന്നെ മസാല ദോശ ഉണ്ടാക്കുന്നെങ്കിൽ അതിനും ഇത് പറ്റിയതാണ്. ഇനി ഇതിൻ്റെ കൂടെ മസാലയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചിടാം. ഒന്ന് അല്പം കൂടെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് അത് വേവുന്ന സമയം കുറച്ച് തേങ്ങാപ്പാലൊന്ന് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ഒന്ന് ചിരകി വെച്ചിട്ടുണ്ട്. അത് ഒന്ന് മിക്സിയിൽ ഒന്ന് നല്ലവണ്ണം അരച്ച് തേങ്ങാപ്പാലെടുക്കാം. ഇതിന് മസ്റ്റായിട്ടും തേങ്ങാപ്പാൽ അത്യാവശ്യമാണ് കേട്ടോ. എങ്കിലാണ് അത് നല്ലൊരു ടേസ്റ്റ്. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്തായി എന്നുള്ളത് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നല്ലവണ്ണം വെന്തില്ല, എന്നാലും ഒരു 2 സെക്കൻഡും കൂടെ ഒന്ന് അടച്ചിടാം. അപ്പോൾ കുറച്ചുകൂടെ നല്ലവണ്ണം വെന്ത് കിട്ടും. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് കൂടെ ഒന്ന് അടച്ചിടാം. 2 സെക്കൻഡ് അല്ല, 2 മിനിറ്റ് ഒന്ന് അടച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് തുറന്ന് നോക്കി, ഇതാ നല്ലവണ്ണം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ആ സമയം നമ്മൾ തേങ്ങയൊക്കെ ചിരകിയിട്ട് പാലെടുത്തിട്ടുണ്ട്. ഇത് 2ാം പാലാണ്. അത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. 2ാം പാൽ അത്ര കട്ടി കാണത്തില്ല. ഫസ്റ്റ് പാലാണ് നല്ല കട്ടിക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ആ തേങ്ങയൊക്കെ കൂടെ ഇട്ടിട്ട് 2ാം പാലാക്കി എടുക്കാം. ഇനി ഇതൊന്ന് അടച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടും. ഒന്ന് നല്ലവണ്ണം തിളച്ച് വെന്ത് വരട്ടെ. ഇതാ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ, ഉരുളക്കിഴങ്ങെല്ലാം നല്ലവണ്ണം വെന്ത് നല്ല സൂപ്പർ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി 1ാം പാൽ ഇരിക്കുവാണ്, അതുകൂടെ ഒഴിക്കണം. കാരണം ഇത് കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. അതുകൊണ്ട് ഇച്ചിരി ലൂസായിട്ട് വേണം. അപ്പോൾ ആ 1ാം പാലും കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇച്ചിരി കട്ടിയുള്ള പാലാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ നല്ല ഉരുളക്കിഴങ്ങ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് ഒരുപാട് തിളച്ച് പോകും. ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് അടച്ചിട്ടു തുറന്നു നോക്കിയിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ അവസാനമായി ചേർക്കേണ്ടത് ഒരല്പം മല്ലിയില കൂടെയാണ്. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ
നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കാതിരുന്നാൽ വെള്ള സ്റ്റൂ കിട്ടും. പക്ഷേ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു ടേസ്റ്റാണ്. രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.